ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതാ കണ്ടില്ലേ, എന്നെ ഭംഗിയായി ചെടി കാണാനായിട്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് കളറാണ് ബൊഗൈൻവില്ലയുടെ. നല്ല ഓറഞ്ച് കളറും നല്ല റെഡ് കളറും. ഇതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ അടുത്തൊരു ചെടിക്കടയുണ്ടെന്ന്. അവിടെ കഴിഞ്ഞ ഒരു മാസമായെന്ന് തോന്നുന്നു ഈ ചെടി വന്നിട്ട്. അപ്പോൾ അന്ന് വാങ്ങി വെച്ചതാണ്. ചട്ടിക്കകത്തിരുന്ന് കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ടുണ്ട്. മാറ്റി വെക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഞാൻ കണ്ടില്ലേ, എന്നെ ഭംഗിയാണ് കാണാൻ. എൻ്റെ പൂക്കൾ നിറച്ചങ്ങോട്ട് കുറ്റിച്ച് നിൽക്കുമ്പം കാണാൻ നല്ല രസമാണ്. നമ്മൾ പല വീടുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് കളറാണ്. അപ്പോൾ ഞാനിന്നിതൊന്ന് മാറ്റി ചട്ടിക്കകത്തൊന്ന് വയ്ക്കാമെന്ന് കരുതിയാണ്. നമ്മൾ ചെടിക്കടയിലെ അതേ ചട്ടിയിൽ അതേ പോട്ടി മിക്സിലിരുന്ന് കഴിഞ്ഞാൽ, പശപ്പുള്ള മണ്ണാണെങ്കിൽ നല്ല വെയിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിഞ്ഞു. അതായത് കണ്ടോ, നമ്മുടെ കരിയിലെല്ലാം തൂത്ത് കൂട്ടിയിട്ട ഭാഗത്തുനിന്ന് ഞാൻ കുറച്ച് മണലും എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്നതാണ്. അതൊരു നല്ല വളമാണ്, കണ്ടില്ലേ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് സാഫും കൂടി ചേർക്കുമ്പം എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. അതിനുശേഷം കുറച്ച് വളവും കൂടി ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട്. ചെടി ഇത്ര ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വളം ചേർക്കാം. ഇതാ കണ്ടില്ലേ, സൂപ്പർ മീൽ. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാം ഇതിനകത്ത് കുറേശ്ശെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു വെർമി കമ്പോസ്റ്റാണ്. അപ്പം ഞാൻ ആ വളം കൂടി ഈ മണ്ണിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ചെടി വയ്ക്കുന്നത്. കണ്ടോ, കണ്ടില്ലേ, ഒരുപാട് ഇടരുതെന്നേ ഉള്ളൂ, അത്യാവശ്യം നമുക്കിടാം. പിന്നെ ചെടി വളരുന്നതനുസരിച്ച് ചുറ്റും കുറേശ്ശെ കൊടുത്താൽ മതി. ഈ മണ്ണ് കൂട്ടുന്ന കൂട്ടത്തിൽ നമ്മളല്ലെങ്കിൽ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും അങ്ങനെ പല വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്യണ്ട. അപ്പോൾ ഈ ഒരു വളം എടുത്തിടുമ്പോൾ അതിനകത്ത് എല്ലാം കൂടി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ചെട്ടിയുടെ ഹോളൊക്കെ ഒന്ന് അടച്ചതിന് ശേഷം മണ്ണിടാം. മണ്ണിട്ടപ്പോൾ ഓടും കഷ്ണം അതിനടിയിലേക്ക് പോയി. ഇത് കുറച്ച് പാറപ്പൊടി എംസാൻഡ് ഇരുന്നാണ്. അപ്പം വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെടിച്ചട്ടിയുടെ അടിയിൽ കുറച്ച് അതും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം പോട്ടി മിക്സ് ഇടാവുന്ന കരുതിയാണ്. ഒരു പകുതി ഭാഗത്തോളം നമ്മൾ ഈ പോട്ടി മിക്സ് ഇട്ടിട്ട് നമുക്ക് ചെടി അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ചട്ടിക്കകത്ത് നിന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കണമല്ലോ. അപ്പം ചെടിയുടെ വേരിനൊന്നും കുഴപ്പം വരാത്ത രീതി വേണം നമ്മളതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇനി സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചട്ടിയുടെ പുറത്ത് നന്നായിട്ട് കുട്ടുക. എല്ലാ വശവും ഒന്ന് കുട്ടുക. ഇനി നമ്മൾ ആ വിരൽ രണ്ട് കമ്പിൻ്റെ ഇടയിൽ കൂടെ കയറ്റി കമഴ്ത്തി പിടിക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്തും കൂടി രണ്ട് തട്ട് കിട്ടുമ്പോൾ ചെടി നന്നായിട്ട് നമുക്ക് ഇളകി കിട്ടും. ഇതാ കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ ചെടിക്ക് ഒരു കുഴപ്പവും വരികയില്ല. ഞാൻ പുറത്തെ മണ്ണ് കുറച്ചൊന്ന് നമുക്കന്ന് അടർത്തി കളഞ്ഞിട്ട് ചട്ടിക്കകത്തോട്ട് ഇറക്കി വയ്ക്കാം. ഈ മണ്ണ് വലിയ പ്രശ്നമുള്ള മണ്ണല്ല, അധികം പശപ്പൊന്നും ഇല്ലാത്ത മണ്ണാണ്. ഇതാ കണ്ടില്ലേ, പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട്. സാധാരണ മേടിച്ചാൽ കട്ടയായിട്ടിരിക്കും. ഇത് നമുക്ക് ഇനിയും ചെടിച്ചട്ടിക്കകത്തായിട്ട് ഇറക്കി വയ്ക്കാം. ഇത്രയെങ്കിലും ആയിട്ടൊക്കെ ചെടിച്ചട്ടിക്കകത്ത് വളമൊക്കെ ചേർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ചെടിക്ക് അധികം വേരൊന്നും പൊട്ടാതിരിക്കും. ഇതാ കണ്ടില്ലേ, ഇനിയിപ്പം വളമൊന്നും കൊടുത്താൽ നമുക്കധികം പേടിക്കേണ്ട കാര്യമില്ല. ചെടി കുറച്ചൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ടല്ലോ. നമുക്ക് ആ ചുറ്റും നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇട്ട് നന്നായിട്ടൊന്ന് നിറയ്ക്കണം. സെൻറ്ററിലായിട്ട് നന്നായിട്ട് അതിൻ്റെ ഇലകളൊക്കെ 4 വശത്തേക്കും വരുന്ന രീതി വേണം ചെടി വയ്ക്കാനായിട്ട്. ഒരു സൈഡിലായിട്ട് കൊണ്ട് വയ്ക്കരുത്. ഇനി നമുക്ക് ചുറ്റും മണ്ണിട്ട് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വയ്ക്കാം.
ഇനി ഇതിൻ്റെ കമ്പുകളൊക്കെ കുറച്ച് പൂക്കൾ പോയി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കോതി നിർത്തുവാണെങ്കിൽ നല്ല തിക്കായിട്ട് ശകരങ്ങളൊക്കെ വന്ന് നിറഞ്ഞ് ചെട്ടി നിറയെ ആയിട്ട് നിന്നോളും. ഇതിൻ്റെ കമ്പ് കോതിയിട്ട് വെച്ചാൽ കിടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കട്ട് ചെയ്യുന്ന കമ്പ് ഏതായാലും നമുക്ക് മാറ്റി കുഴിച്ച് വെച്ച് നോക്കാം. ചിലപ്പോൾ പിടിച്ചെന്നിരിക്കും. ഹൈബ്രിഡ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അല്ലെ വേറെ ചെടിയിലേക്ക് നമുക്ക് ബഡ് ചെയ്യാനും പറ്റും. അടുത്ത ചട്ടിയും കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് നിറച്ചോട്ടെ. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതിൻ്റെ സൈഡൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചട്ടി കമത്തിയെടുക്കാം. ഇപ്പോഴും ഇതുപോലെ ഒന്ന് കൊട്ടിയിട്ട് വേണം ചെടിച്ചട്ടി തിരിച്ചിടാൻ. മറിച്ചിടുന്ന അതാണ്. പുറകിലൊന്ന് കൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാം. അതേ കണ്ടില്ലേ. ഇനി നമുക്കിത് ചട്ടിക്കകത്തോട്ടങ്ങ് ഇറക്കി വയ്ക്കാം. നല്ലതായിട്ടൊന്ന് അമർത്തി വയ്ക്കണം. പിന്നെ 2 ചെടികൾ ഞാൻ ചെടിച്ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിനൊന്ന് തളിച്ച് കൊടുക്കാം. ഡയറക്റ്റ് വെച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം അത്യാവശ്യം ഒഴിക്കണമല്ലോ. നമുക്ക് ഇന്നത്തെ ദിവസം എവിടെയെങ്കിലും തണലത്തോട്ടൊന്ന് വെച്ചിട്ട് 2 ദിവസം തണലത്തിരുന്നിട്ട് നമുക്ക് വെയിലത്തോട്ട് മാറ്റിയാൽ മതി. കണ്ടില്ലേ, നല്ലൊരു കളറല്ലേ. അതിനകത്തൊരു കുഞ്ഞ് വെള്ളപ്പൂവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.